കിഴക്കോത്ത് പ്രദേശത്ത് സാധാരണക്കാരുടെ അത്താണിയായിട്ട് വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്ക്. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യ ബ്രാഞ്ച് ഈ വരുന്ന 15-ാം തീയതി ജൂൺ 15-ാം തീയതി ഈസ്റ്റ് കിഴക്കോത്ത് ആരംഭിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം കൊടുവള്ളി നിയോജക മണ്ഡലം MLA PK ഫിറോസ് സാഹിബ് നിർവഹിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ മുഖ്യാതിഥികളായി MA റസാഖ് മാസ്റ്റർ MLA, അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ MLA, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം ക്ഷണിക്കുകയാണ്. 1965 രജിസ്റ്റർ ചെയ്യുകയും 1966 സ്ഥാപിക്കുകയും ചെയ്ത ഒരു വലിയ പ്രസ്ഥാനമാണ് കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്ക്. കാവിലുമാനത്ത് നിന്ന് ആരംഭിച്ച ആ ബാങ്കിന്റെ പ്രവർത്തനം ഇന്ന് പരപ്പാറയിൽ ഹെഡ് ഓഫീസായും അതുപോലെ തന്നെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ബ്രാഞ്ച് കൊടുവള്ളിക്കടുത്ത് ഈസ്റ്റ് കിഴക്കോത്തും പ്രവർത്തിക്കാൻ പോവുകയാണ്. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ A ക്ലാസ് മെമ്പർമാരെയും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഉദ്ഘാടന വേളയിലേക്കും തുടർന്നുള്ള സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കിഴക്കോത്ത് പ്രദേശത്ത് സാധാരണക്കാരുടെ അത്താണിയായി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്ക്. 1966 കാവിലുമാനത്ത് നിന്ന് ആരംഭിച്ച ഈ സ്ഥാപനം 60 വർഷം പിന്നിടുകയാണ്. ഈ 60 വർഷം പിന്നിടുന്ന ഒരു 60-ാം വാർഷികവും കൂടി ആഘോഷിക്കുന്ന ഒരു സമയമാണ് കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. കിഴക്കോത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യത്തെ ബ്രാഞ്ച് ഈസ്റ്റ് കിഴക്കോത്ത് ഈ വരുന്ന ജൂൺ 15-ാം തീയതി ബഹുമാന്യനായ കൊടുവള്ളി മണ്ഡലം MLA അഡ്വക്കേറ്റ് PK ഫിറോസ് സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ അവസരത്തിൽ ആ പ്രോഗ്രാമിൽ നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള MA റസാഖ് മാസ്റ്റർ MLA, അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ MLA എന്നിവർ സംബന്ധിക്കുന്നുണ്ട്. ആ ഒരു പരിപാടി ഭംഗിയായി നടത്തണം എന്നാണ് നിങ്ങളുടെ ബാങ്ക് ആലോചിക്കുന്നത്. 1966 കാവിലുമാനത്ത് നിന്ന് സ്ഥാപിച്ച ഈ സ്ഥാപനം 313 മെമ്പർമാരായിരുന്നു അന്ന് തുടക്കത്തിലുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 5500 A ക്ലാസ് മെമ്പർമാരും 1700ഓളം C ക്ലാസ് D ക്ലാസ് മെമ്പർമാരുമായിട്ടുള്ള ഒരു വലിയ സ്ഥാപനം മാറിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഡെപ്പോസിറ്റോട് കൂടി തുടങ്ങിയ ഒരു സ്ഥാപനം ഇപ്പോൾ 30 കോടി ഡെപ്പോസിറ്റ് ആക്കാൻ ഞങ്ങൾക്ക് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. മാന്യമായ മെമ്പർമാരുടെയും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെയും ഒരു വലിയൊരു സ്വാധീനം കൊണ്ടാണ്, വലിയൊരു സഹായം കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു വലിയ ദൗത്യത്തിലേക്ക്, വലിയൊരു നേട്ടത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭരണസമിതി ഒരു പത്രസമ്മേളനം നടത്തണം എന്ന് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പത്രസമ്മേളനം നടത്താൻ ആഗ്രഹിച്ചത്. ഒന്നാമത്തെ നമ്മുടെ ഈ ബ്രാഞ്ച് ഉദ്ഘാടനമാണ്. ഈ ബ്രാഞ്ച് ഉദ്ഘാടനം
ബന്ധപ്പെട്ടാണ്. സാധാരണ ഒരു ബാങ്കിൽ വ്യത്യസ്തമായിട്ട് കിഴക്കോട്ട് ബാങ്ക് എന്താ ചെയ്യുന്നത്? വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഏറെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിലൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കേരള സംവിധാന ബാങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെയറിംഗ് ഹാൻഡ്സ് പദ്ധതി എന്നുള്ളൊരു പദ്ധതി പ്ലാനിട്ടുകൊണ്ട് കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി വളരെ ഭംഗിയായി അത് നടന്നു പോകുന്നുണ്ട് 2 വർഷത്തോളമായി. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസപ്പെടുന്ന എ ക്ലാസ് മെമ്പർമാർക്ക് കിഡ്നി, അതുപോലെ തന്നെ ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എ ക്ലാസ് മെമ്പർമാർക്ക് ഏകദേശം 50 പേർക്ക് ഞങ്ങൾ 25 ലക്ഷത്തോളം രൂപ ധനസഹായം നൽകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാങ്കിന്റെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും ഒക്കെ നേടാൻ കഴിയുന്ന രീതിയിലുള്ള സ്നേഹ സമ്മാനമായിട്ട് പല സമ്മാനങ്ങളും, അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈബ്രറികൾ, ചുറ്റുമുള്ള ലൈബ്രറികൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സാംസ്കാരിക വേദികൾ സംഘടിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഭാഗമാക്കാൻ ഇതിന്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ 60 വർഷത്തിന് ശേഷം ആദ്യത്തെ ബ്രാഞ്ചാണ് ഈസ്റ്റ് കേരളത്താണ് ഇത്. ഒരു ബ്രാഞ്ച് മാത്രം, ആദ്യത്തെ ബ്രാഞ്ചാണ്. ഈ ബാങ്കിന്റെ കീഴിൽ വേറെ സ്ഥാപനങ്ങളെ ഇതല്ലാതെ വളം ഡിപ്പോ മാത്രമേ ബാങ്കിന്റെ കീഴിലുള്ളൂ. പിന്നെ ഫസ്റ്റ് ബ്രാഞ്ചാണ്. മറ്റുള്ള സ്ഥാപനങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളെ ഒരു നീതി സ്റ്റോറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പറപ്പാറ ഭാഗത്തൊരു നീതി മെഡിക്കൽസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഞങ്ങൾ ബോർഡിൽ തീരുമാനം വലിയൊരു ചർച്ച നടത്തുന്നതാണ്. ബോർഡ് തീരുമാനമായിട്ടുണ്ട്. നമ്മളൊരു സ്പോർട്സ് സ്കൂൾ പോലത്തെ സ്പോർട്സ് സ്കൂൾ സ്ഥാപിക്കാൻ. അത് ആദ്യമായിട്ട് നമ്മളതിന്റെ പ്രാരംഭ നടപടികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ അക്കാദമിയാണ്. അപ്പോൾ കുട്ടികളെ രാജ്യാന്തര തലത്തിലേക്ക് ഫുട്ബോളിൽ കൂടെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ അതിന്റെ സ്ഥലവും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ അനുസരിച്ച് അത് നമ്മൾ എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ നടത്തും എന്നുള്ളതാണ്. സ്പോർട്സ് അക്കാദമി ആയിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അതിലൊരു ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള വലിയൊരു പദ്ധതിക്കാണ് ഞങ്ങൾ ആലോചന ഉള്ളത്. അത് ബാങ്ക് മാത്രമാണ്, ഒന്നുമില്ല, ബാങ്ക് മാത്രമാണ്. അത് ഭാവിയിൽ അത് ഒരു സ്പോർട്സ് സ്കൂളായിട്ട് ഉയർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ബാങ്ക് തന്നെയാണ്, വേറെ ആരുമായിട്ടുള്ള ടൈപ്പ് ഒന്നുമില്ല. ബാങ്ക് തന്നെ ആലോചിക്കുന്ന പദ്ധതിയാണ്. പിന്നെ ഞങ്ങളുടെ അടുത്ത ബ്രാഞ്ച് പറഞ്ഞാൽ ഈ ബ്രാഞ്ച് വിജയിച്ചതിന് ശേഷം ഞങ്ങളുടെ പന്നൂരിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ആലോചനയും എ ക്ലാസ് മെമ്പർമാർ 5500 എ ക്ലാസ് മെമ്പർ, 1700 CD ക്ലാസ് മെമ്പർമാർ, 7000 അടുത്ത് ഏകദേശം ടോട്ടൽ മെമ്പർമാരുടെ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഉണ്ടായിട്ടുണ്ട്. 313 മെമ്പർമാരായിരുന്നു കാവൽമാരായിട്ട് 1960 സ്ഥാപിച്ച സമയത്തുണ്ടായിരുന്നു. പിന്നെയാണ് PVS നമ്മുടെ ഹുസൈൻ തങ്ങൾ എന്ന ആളാണ് ഇതിന്റെ സ്ഥാപനം. കാവൽമാരാണ് 1965 അതിന്റെ രജിസ്ട്രേഷൻ നടന്നത്. 66 ലക്ഷബന്ധിയ ഹുസൈൻ തങ്ങളാണ് ഇവിടെ നേതൃത്വത്തിലാണ്. പിന്നീടാണ് നമ്മള് ഈ പറപ്പാറയിൽ ഒരു 8 സെന്റ് സ്ഥലം പറപ്പാറ ചേക്കുവാജിയുടെ അടുത്തുനിന്ന് നമ്മുടെ മഹ്മൂദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടെ സ്ഥലം എടുക്കുന്നത്. അവിടെ ബിൽഡിംഗ് ഉണ്ടാകും. ശേഷം വന്ന പ്രസിഡന്റുമാരും വേണ്ടി അബ്ദുറഹ്മാൻ ഹാജിയുടെ നേതൃത്വത്തിൽ നവീകരണം നടത്തുകയും ബിൽഡിംഗ് നവീകരിക്കുകയും ഒരുപാട്. അതിനുശേഷം വന്ന പ്രസിഡന്റുമാരാണ് നമ്മൾ ലാഭവിധം പറഞ്ഞാല് 10 വർഷമായിട്ട് കേബിൾ സർവീസ് ആണെന്നുണ്ടെങ്കിൽ
ലാഭത്തിലാണ്. അതിന്റെ ലാഭവിഹിതം കഴിഞ്ഞ വർഷം വരുമാനം കിട്ടുന്ന മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ? വളർത്തിപ്പോ മാത്രമാണ് ഉള്ളത്. പിന്നെ ഒരു സ്പോർട്സ് അക്കാദമി നമ്മൾ ആലോചന മ്യൂസിക് സ്റ്റോറും അതൊക്കെ ഇപ്പോൾ വരുമാനം കിട്ടുന്ന മേഖലകളാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. സ്റ്റാഫ് 9 പേരാണ് ഉള്ളത്. പിന്നെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള 6 പേരും. പുതിയ ബ്രാഞ്ചിൽ നിലവിലുള്ള ആളുകളെ തന്നെ. പിന്നീട് അത് നമുക്ക് പറഞ്ഞാൽ തസ്തികയൊക്കെ വരാനുണ്ട്. പിന്നീടാണ് കിഴക്കോത്ത് പഞ്ചായത്ത്, കിഴക്കോത്ത് വില്ലേജാണ് നമ്മുടെ പ്രവർത്തന പരിധി. കിഴക്കോത്ത് 3-4 ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് കിഴക്കോത്ത് വില്ലേജ് പ്രവർത്തന പരിധിയാണ്. ബാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഒരു മുന്നണി സംവിധാനത്തിൽ പോകുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു ചർച്ച ബോർഡിൽ വന്നു. അങ്ങനെയാണ് ഒരു UDF സംവിധാനത്തിൽ പോകുന്ന ബാങ്കാവുമ്പോൾ വേറൊന്നും നമ്മളെ രാഷ്ട്രീയ ബോർഡിൽ അങ്ങനെ ഒരു ചർച്ച വന്നു വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അല്ലെങ്കിൽ നമ്മളെന്തായാലും MLA ആണല്ലോ. ജില്ലയിൽ വേറെയും കോൺഗ്രസ് എംഎൽഎമാരുണ്ടല്ലോ. DCCയുടെ പ്രസിഡന്റ് കൂടിയാണല്ലോ. അപ്പോ അങ്ങനെ മനസ്സാന്തരം സത്യം പറഞ്ഞാൽ മനസ്സാന്തരം അങ്ങനെ പറഞ്ഞു. കിഴക്കോത്ത് വലിയ പറമ്പല് ബാങ്കുണ്ട്. അതിന് 2 ബ്രാഞ്ചുണ്ട്. ചളിക്കോടും ഇലക്ട്രിക് പെട്രോളിയം. നമ്മൾ കിഴക്കോട്ട് 3 ബാങ്കുകളുണ്ട്. നമുക്ക് ഏരിയ ബേസിൽ കിഴക്കോത്ത് ബാങ്കിനാണ് കൂടുതൽ. 10 വാർഡുകളും ഉണ്ട്. പക്ഷെ നമ്മുടെ ബൈലോട്ടുള്ളത് പറഞ്ഞാൽ കിഴക്കോത്ത് വില്ലേജാണ് നമ്മുടെ പ്രവർത്തനം വരുന്നത്. 3 പിന്നെ നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കർഷൻ എല്ലാ സ്ഥലത്തും LND ജീവനക്കാരും എല്ലാ സ്ഥലത്തും കർഷകർ എടുക്കുന്നത്. അതിനങ്ങനെ ഡെപ്പോസിറ്റിന് അങ്ങനെ ഒരു പരിധിയില്ല. ലോണിന് മാത്രമേ പരിധിയുള്ളൂ. ഡെപ്പോസിറ്റിനോടൊന്നും തന്നാല് സ്വീകരിക്കാമെന്നുള്ളതാണ്. പുതിയ ബ്രാഞ്ച് ആനുകൂല്യമുണ്ടോ? പുതിയ ബ്രാഞ്ചിൽ നമ്മളിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കൗണ്ട് മാത്രമേ ആനുകൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ നിങ്ങൾ മാത്രമേ പുതിയ ബ്രാഞ്ച് തുടങ്ങി 60ാം വാർഷികമൊക്കെ ആഘോഷിച്ചത്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? അങ്ങനത്തെ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോഴും നിക്ഷേപ സമാഹരണമുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മറികടന്നത് ഞങ്ങൾക്ക് ഒരു തീരുമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ബ്രാഞ്ച് ബൂസ്റ്റ് ചെയ്യാന്നുള്ളത് എന്താണ്. അപ്പോ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ആശ്വാസം വന്നതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല. 2 മാസം ഉണ്ട് സാർ. ബാങ്കിന്റെ ജോലിയൊക്കെ പൂർത്തിയായോ? ഓ ഡെപ്പോസിറ്റ് എത്ര കൂടിയാണ്? 30. ഡെക്കറേഷൻ എല്ലാവരും ക്ഷണിക്കാം. 3 മണിക്കല്ലേ? 3 മണിക്ക് വ്യവസായവും പ്രസാദമാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആർക്കും പാടാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതില് ഞങ്ങളിപ്പോ 10 ആൾക്കാരെ സെലക്ട് ചെയ്തു. അത് വന്നെ അതിനോടുകൂടി തന്നെ. അപ്പോ കുറെ ആളുകൾ ഒരു 50-60 ആളുകളോട് നമുക്ക് പാട്ട് അയച്ചു തന്നു. അതിലൊരു 10 പേരെ സെലക്ട് ചെയ്തു. അതൊരു വലിയൊരു മാരത്തോൺ പ്രയത്നമായിരുന്നു. 10 പേരെ. കാരണം പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും പാട്ടുകാരുന്നതുകൊണ്ട് 60 ആളെന്ന് പറഞ്ഞാലും ആ പാടാൻ പറ്റുന്ന ആളുകൾ. അതിന് 10 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അതൊരു സെലക്ഷൻ കമ്മിറ്റിയുടെ ഇപ്പൊ എല്ലാ നാട്ടിലും പാട്ടുകാരുണ്ട്. ഇപ്പൊ 10 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതും ഇതിന് ശേഷം അവർക്ക് നല്ലെങ്കിലും ഒരു പാട്ട് പാടുന്നതിന് 1000 രൂപയും ഒരു മൊമെന്റോ
ക്യാഷ് കൊടുക്കും. അങ്ങനെ ഒരു 10,000 രൂപ 10 ആളുകൾക്ക്. ഓപ്പ് വിളിക്കുന്നതിന് പകരം ആ, അത് ചെറിയൊരു കാരണം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. നമ്മളെ ഡയറക്ടറാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ഷക്കീല. അതിലില്ലല്ലോ കബീർ നിഷാദ് ബാലകൃഷ്ണനായര് സലാമുണ്ട്, സലാമ് ഭാസ്കരൻ, കബീറില്ല, ജുനൈദുണ്ട്. ഇതാണ് ജുനൈദ് അവിടെ ഉണ്ട്. പിന്നെ സെക്രട്ടറി ഉണ്ടല്ലോ. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനും സമർപ്പിക്കുകയാണ്.